ഈ വീട്ടുകാരുടെ സമ്മതമില്ലാതെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിൽ വീട്ടുകാരുടെ സപ്പോർട്ട് അധികം ഉണ്ടാവില്ല. ഭാവിയിൽ എന്ത് സംഭവിച്ചാലും സ്വയം അനുഭവിച്ചോളണം, വീട്ടുകാരെ നോക്കേ വേണ്ട, സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ അപ്പൊ സ്വന്തം നേരിട്ടോ എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും വീട്ടുകാർക്ക് ഉണ്ടാവുക. അങ്ങനെ ഒരു അനുഭവമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ലജിത നായർക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ലജിതയുടേത് ഒരു വിചിത്രമായിട്ടുള്ള കഥയാണ്. ഞാൻ ജാതി പറയുകയാണെന്ന് വിചാരിക്കരുത്. ലജിത ഒരു നായരാണ്, പക്ഷെ കല്യാണം കഴിച്ചത് തന്നേക്കാൾ ജാതിയിൽ താഴ്ന്ന ഒരാളെയാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഇവിടെ ജാതി പരാമർശിക്കേണ്ടി വന്നത്. വേറൊന്നും വിചാരിക്കേണ്ട. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജാതി വേർതിരിവ് പ്രത്യക്ഷത്തിൽ ഇല്ലാന്നേ ഉള്ളൂ. ഒരുവിധം എല്ലാവരുടെയും മനസ്സിൽ ജാതി വിഭജനവും വിവേചനവും ഒക്കെ അതേപോലെ തന്നെയുണ്ട്. അതെന്തേലും ആവട്ടെ. എന്തായാലും ലജിത തന്നേക്കാൾ ജാതിയിൽ താഴ്ന്ന ഒരാളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. സ്വാഭാവികമായിട്ടും വീട്ടുകാരെതിർത്തു, ആരും കൂടെ നിന്നില്ല. അങ്ങനെ കുറച്ചു കാലം കൂടി ലജിത ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. പക്ഷെ പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി. ഒടുവിൽ ലജിത എന്താക്കി, വിവാഹ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഡിവേഴ്സ് പരിപാടികൾ നോക്കാൻ തുടങ്ങി. അതോടെ ലജിതയുടെ മാതാപിതാക്കളുടെ സ്വഭാവം മാറി. അത്രയും കാലം മകളുടെ ഭർത്താവിനെ തിരിഞ്ഞു നോക്കാതിരുന്ന ലജിതയുടെ മാതാപിതാക്കൾക്ക് പക്ഷെ ഇവർ രണ്ടുപേരും വേർപിരിയാൻ പോവുകയാണെന്ന് കേട്ടതോടെ പെട്ടെന്ന് മരുമോനോട് ഒരു സ്നേഹം പൊട്ടിമുളച്ചു. ഡിവേഴ്സ് ആവാൻ ഇവർ സമ്മതിക്കുന്നില്ല. എന്താ കാരണം? ഡിവേഴ്സ് ആയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ലജിതയെ നോക്കേണ്ട ബാധ്യത മാതാപിതാക്കളുടെ തലയിലാവുമല്ലോ. അതാണ് പോലും കാരണം. ഇത് ഞാൻ പറഞ്ഞതല്ലോ, ലജിത തന്നെ പറഞ്ഞതാണ്. എന്തായാലും ഡിവേഴ്സ് വേണമെന്നും പറഞ്ഞ് മകൾ ഒരേ വാശി പിടിക്കാൻ തുടങ്ങിയതോടെ മാതാപിതാക്കൾ എന്താക്കി, മരുമോൻ അങ്ങ് ചാക്കിട്ട് പിടിച്ചു. എന്നിട്ട് മകളോട് പറഞ്ഞു, നീയായിട്ടുണ്ടാക്കിയ ബന്ധമാണ്, അതുകൊണ്ട് അത് നിലനിർത്തി പോകേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഡിവേഴ്സ് ആയി കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ആരും നിന്റെ കൂടെ ഉണ്ടാക്കുമെന്ന് നീ കരുതണ്ട എന്ന് ലജിതയുടെ മാതാപിതാക്കൾ ലജിതയോട് പറഞ്ഞു. ഇതെല്ലാം ഒരു വീഡിയോയിൽ വന്നിരുന്ന് ലജിത തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ എന്തായാലും കണ്ടുനോക്കാം. ഒരു കാര്യം പറയാനുള്ള വേറൊന്നുമല്ല, എൻ്റെ ജീവിതത്തിനെ പറ്റിയുള്ള കാര്യം തന്നെ. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഡൈവേഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ. ഇന്നലെ ഇവിടെ വരുന്ന ഒരാൾ എൻ്റെ അച്ഛനോട്, എൻ്റെ അച്ഛനെ ഇവിടെ ഈ 21 താമസിക്കുന്ന എല്ലാ ആൾക്കാരും അറിയും. എൻ്റെ അച്ഛൻ ആദ്യം ബസ് ഡ്രൈവറായിരുന്നു. ഇതൊന്നും ഞാൻ പറയരുത് എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അച്ഛൻ തൗഫീക്ക് ബസ്സിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും ഇടയ്ക്ക് പോകലുണ്ട്. ഇവിടെ ഇപ്പോൾ പെരുമ്പള്ളി അങ്ങാടിയിൽ ഓട്ടോ ഓടിക്കുകയാണ്. ഒരാളോട് പറഞ്ഞതാണ്, എൻ്റെ കാര്യം പറഞ്ഞപ്പം ഓളെ കാര്യം പറയണ്ട, ഓളെ ഞങ്ങൾ ഒഴിവാക്കിയാണ്, എന്ത് വന്നാലും തിരിഞ്ഞു നോക്കൂലാന്ന്. നിങ്ങൾ തിരിഞ്ഞു നോക്കൂല എന്നുള്ള, അതായത് ഒരു തിരിഞ്ഞു നോക്കൂല എന്നുള്ള 100% ബോധ്യമായ കാര്യമാണ്. ഓർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഓര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യലുണ്ടായിരുന്നു. വീട്ടിലെന്തെങ്കിലും പണി, റോഡിൻ്റെ പണി, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ പണിക്ക് ആവശ്യമുണ്ടോ അന്ന് ചിഞ്ചൂര ചെല്ലനും ചന്ദ്രയ്ക്കും വേണ്ടിയിരുന്നു. ഇപ്പം ഈ എൻ്റെ എക്സ് ഹസ്ബൻഡ് ഉദയകുമാർ എന്നാണ് ആളെ പേര്. ഇതൊന്നും ഞാൻ പറയാൻ വിചാരിച്ച കാര്യമല്ല. ഇതൊന്നും ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ച കാര്യമില്ല എന്ന് ഇങ്ങനെ ഇടയ്ക്കിടെ പറയണ്ടല്ലോ. എന്നാ പിന്നെ പറയാണ്ടിരുന്നൂടെ? അതല്ലേ നല്ലത്. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. തീർത്തും പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് നിങ്ങളുടേതായ കാരണങ്ങൾ കാണും. പക്ഷെ ഇത്തരത്തിലുള്ള കുടുംബ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പുന്നതിനോട് എനിക്ക് അന്നും ഇന്നും യോജിപ്പില്ല. നമ്മൾ പണ്ടേ ഇതിനെ നഖശിഖാന്തരം എതിർക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന എല്ലാം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ചരിത്രം അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അത് വഴിയെ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടോളൂ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അന്നപ്പം ആളെ എതിരെ ഞാനിപ്പോൾ കേസ് കൊടുത്തു. ഒരു കാര്യവും ചെയ്തു തരാത്ത ഒരാളാണ്. അത് എൻ്റെ വീട്ടുകാർക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്ക് അറിയുന്ന കാര്യമാണ്. വീട്ടുകാർ കുറേ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് സാധനമായി തന്നിട്ടുണ്ട്. അപ്പം ഈ അച്ഛനും അമ്മയും തന്നെ കുറേ വീട്ടിലേക്ക് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങി തന്നിട്ടുണ്ട്. ആഹാ, കൊള്ളാലോ. അപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും രജിതയെ പൂർണ്ണമായി കൈവിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? അവർ രജിതയുടെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡിവേഴ്സ് ആയ പിന്നെ തലയിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനും അമ്മയും സമ്മതിക്കാത്തത് എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമാണുള്ളത്? ലജിതയുടെ ഭർത്താവ് മര്യാദക്ക് കുടുംബം നോക്കാതിരുന്ന സമയത്ത് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിരുന്നത് അച്ഛനും അമ്മയുമാണെന്ന് ലജിത തന്നെ പറയുന്നു. അതായത് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് സഹായിക്കാൻ അച്ഛനും അമ്മയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മകൾ ഒളിച്ചോടി പോയതാണോ എന്നൊന്നും അന്നേരം അവര് നോക്കിയിരുന്നില്ല. അങ്ങനെയുള്ള സ്വന്തം അച്ഛനും അമ്മയും കുറിച്ചാണ് ലജിത ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നത്. ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണം എന്താണ്? ലജിതയുടെ അച്ഛനും അമ്മയും ലജിതയുടെ കൂടെ നിൽക്കാതെ മരുമോന്റെ കൂടെ നിൽക്കുന്നു. അതുകൊണ്ടാണ് ലജിതക്ക് അവരോട് ദേഷ്യം. അല്ല, അങ്ങനെ മോളുടെ കൂടെ നിൽക്കാതെ മരുമോന്റെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കാരണം ഇല്ലാതിരിക്കുമോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അത് ലജിത പറയുന്ന പോലെ ഡിവേഴ്സ് ആയാൽ തലയിലാകുമെന്ന് കരുതിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും മക്കളെ കേട്ടോക്കാം. നമുക്ക് നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു ഭർത്താവിന്റെ ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല, ഒരു കാര്യത്തിലും വരുന്നില്ല. പിന്നെ എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് രജിത് രാജ്
എല്ലാവരും പേരെടുത്ത് പറയുന്നത് എന്തുകൊണ്ടറിയും? ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല, അത്രയ്ക്കും വിഷമമുണ്ട് ഉള്ളില്. പൃഥ്വിരാജിനോട് ഞാൻ പറഞ്ഞു, എന്ത് പിന്നെ നിങ്ങൾക്ക് ആർക്കും ഞാനൊരു ബാധ്യത ആവില്ല, അങ്ങനെ തോന്നുന്ന ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. അന്നപ്പോൾ എന്നോട് എന്താ വെച്ചറിയോ, നീ ചത്താ കുഴിച്ചിട്ടുണ്ടേന്ന്. പിന്നെ എൻ്റെ ചേച്ചി ഇപ്പം അടുത്ത് ഓപ്പോളോട് പറഞ്ഞാണ് പോലും ഓനാരും ഇല്ലാന്ന്, ഉദയകുമാറിന് ആരും ഇല്ലാന്ന്. എനിക്കാരാള്? എൻ്റെ കല്യാണം ഞങ്ങൾ 2 കാസ്റ്റാണ്, ഞങ്ങൾ നായരും ഉദയകുമാർ തീയനുമാണ്. ഞാനിതൊന്നും ഞാൻ നോക്കിയിട്ടല്ല സ്നേഹിച്ചത്. ഓൻ്റെ കളറോ ജാതിയോ ഓൻ്റെ പൈസയോ ഇതൊന്നും ഞാൻ നോക്കിയിട്ടല്ല ഞാൻ സ്നേഹിച്ചത്. എൻ്റെ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഒന്നൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ് 3ൻ്റെ അന്ന് തുടങ്ങി എൻ്റെ അമ്മായും പ്രശ്നം. ഇത്രയും കൊല്ലം 8 കൊല്ലം ഞാൻ അവിടെ നിന്ന് അനുഭവിച്ചു. ഇപ്പം 14 കൊല്ലം കഴിഞ്ഞു. 14 കൊല്ലം ഒരു കാര്യം കൊണ്ടും ഒരു സപ്പോർട്ടും ഒന്നും ഇല്ലാത്ത ഒരാളെ കൊണ്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിവേഴ്സിന് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ചെല്ലനും ചന്ദ്രികയ്ക്കും ഒക്കെ എന്തായി, ഉദയകുമാർ നല്ലതും ചിഞ്ചു മോശമായി. ആയിക്കോട്ടെ, പക്ഷെ ഇത് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. അതിനെക്കൊണ്ട് എന്താണ് ഞാൻ നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട്. ശരി, സ്വന്തം അച്ഛനും അമ്മയും പേരെടുത്ത് വിളിച്ചുകൊണ്ടാണ് ലജിത ഇവിടെ സംസാരിക്കുന്നത് അല്ലെ. ചെല്ലനും ചന്ദ്രികയും എന്ന് പറഞ്ഞാൽ ലജിതയുടെ അച്ഛനും അമ്മയുമാണ്. അല്ല, ലജിതയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഭർത്താവിനോടുള്ള പ്രശ്നം, അമ്മായിമ്മയോടുള്ള പ്രശ്നം, ചേച്ചിയുടെ ഭർത്താവിനോടുള്ള പ്രശ്നം, സ്വന്തം അച്ഛനോടും അമ്മയോടുമുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ ലജിതയെ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. സംഭവം ലജിത ഇപ്പൊ ആകെ ഒറ്റപ്പെട്ടു പോയി. അച്ഛനും അമ്മയും പോലും തള്ളി പറഞ്ഞു. അതിന് പിറകിൽ പല കാരണങ്ങളും ഉണ്ടാകാം, അതവിടെ നിൽക്കട്ടെ. പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒറ്റപ്പെടലിന്റെ വേദന ലജിതയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ തന്റെ സങ്കടങ്ങൾ പറയാനുള്ള വേദിയായിട്ട് ലജിത സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു. ലജിതയുടെ അച്ഛനോട് ഏതോ ഒരാൾ മകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അവളെ കുറിച്ച് എന്നോട് ചോദിക്കേണ്ട, അവളൊക്കെ ഞങ്ങൾ പണ്ടേ ഒഴിവാക്കിയതാണെന്നാണ് അച്ഛൻ അയാൾക്ക് മറുപടി കൊടുത്തത്. അങ്ങനെ അച്ഛൻ ആ പറഞ്ഞ വ്യക്തി എന്താക്കി, ഈ കാര്യം ലജിതയോട് പോയി പറഞ്ഞു. അതിന്റെ വിഷമത്തിലാണ് ലജിത ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് തന്നെ. അച്ഛൻ അയാളോട് അങ്ങനെ പറഞ്ഞത് ലജിതക്ക് ഒട്ടും ഇഷ്ടമായില്ല. എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടുകാരെ അത് അറിയിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ലജിത വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാനൊരു കാര്യം ചോദിച്ചാട്ടെ, ഇപ്പൊ ലജിത എന്താണ് ചെയ്യുന്നത്? അച്ഛൻ ഒരാളോട് മാത്രമാണ് ലജിതയെ കുറിച്ച് സംസാരിച്ചത്, അതും അയാൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോഴും മറുപടി പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ലജിത ഇതെന്താണ്, ലോകം മുഴുവനും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിധത്തിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയും അങ്ങനെ കുടുംബത്തിലുള്ള സകല ആൾക്കാരെയും നാണം കെടുത്തിയില്ലേ, കുറ്റപ്പെടുത്തി സംസാരിച്ചില്ലേ. ലജിത ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം 4 ചുവരുകൾക്കുള്ളിൽ ഒരു തീരുമേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. എനിക്കിനി ഡിവേഴ്സ് വേണം, അതിന് നിങ്ങൾ ആരും കൂടുന്നില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എങ്ങനെയായാലും ജീവിച്ചോളാം എന്നും പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പകരം എല്ലാം ഇവിടെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞ് എല്ലാം വഷളാക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളെ വിളിച്ചു പറയാനുള്ള വേദിയല്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അങ്ങനെ കുടുംബകാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിച്ചിരിച്ചവരൊക്കെ പിന്നീട് നശിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കിയുണ്ടോ? എനിക്ക് ആരുമില്ല, ചെറുപ്പം തൊട്ടിട്ട് ആരുമില്ല. എന്തൊക്കെ അനുഭവിക്കാൻ പറ്റും അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരാളെ ഭാഗത്തുനിന്ന് ഒരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല. അത് അന്നാണെങ്കിലും ശരി, ഇന്നാണെങ്കിലും ശരി. സഹായിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാണ്ടൊക്കെ ഞാൻ നാട്ടുകാരോട് പറഞ്ഞ് നടന്നിട്ടില്ല ഇതുവരെ. നിങ്ങൾ ഉദയകുമാർ പറഞ്ഞ് നടക്കുന്നുണ്ട്, പിന്നെ എൻ്റെ പുരക്കാരും നിങ്ങൾ പറഞ്ഞ് നടക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഞാനായിട്ട് മറച്ചു വെച്ചിട്ട് നടക്കുന്ന ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഓരോ ആൾക്കാരെ പേര് വരെ തിരഞ്ഞെടുക്കുന്നത്. നാട്ടുകാർ മുന്നിൽ അങ്ങനെ നല്ല ആൾക്കാരെ നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായി, നാട്ടുകാരന് മുന്നിൽ നീയും നാറി, നിന്റെ കുടുംബം മുഴുവനും നാറി. അതാണ് ഇപ്പൊ ഉണ്ടായത്. നീ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയാതെ നിന്റെ അച്ഛനോടും അമ്മയോടും നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനും അമ്മയല്ലേ. പ്രതിസന്ധികൾ വന്നപ്പോൾ നിന്റെ കൂടെ നിന്നിരുന്ന ആൾക്കാരല്ലേ. അച്ഛൻ എന്തോ വിഷമത്തിന്റെ പുറത്ത് ആരോട് എന്തോ പറഞ്ഞു എന്നും കരുതി നീ ഇത് ലോകം മുഴുവനും അറിയുന്ന തരത്തിൽ വിളിച്ച് പറയേണ്ടിയിരുന്ന ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യങ്ങൾ കൈവിട്ടുപോയി. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും. അതിനുവേണ്ടി ശ്രമിച്ചു നോക്കിയെന്നല്ലാതെ എന്താ ഞാനിപ്പോ പറയാം. എന്തായാലും ലജിതയുടെ മറ്റൊരു വീഡിയോ കൂടി കണ്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞാൻ പോവാന്ന് പറയാൻ വന്നല്ല, വേറൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്. ഒരാൾ ഒരു വ്യക്തിനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ആ വ്യക്തിൻ്റെ, അതായത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് തീരെ താല്പര്യമില്ലാത്ത കല്യാണമാണ് അത്. ഒരുപാട് കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് അവസാനം ഇനി മുന്നോട്ട് പോകില്ല എന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചു. പക്ഷേ അന്നപ്പം വേറെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനെടുത്ത തീരുമാനമാണ്,
വീട്ടുകാർ പോലും എതിർത്തിട്ടും എൻ്റെ ഇഷ്ടത്തിന് ഈ ചെയ്തത് കൊണ്ട് ഈ സഹിച്ചു നിൽക്കണം എന്ന് പറയുന്നു. അപ്പം പെണ്ണ് അങ്ങനെ സഹിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇത് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഇത് റെഡിയാവും, അല്ലെങ്കിൽ മുന്നോട്ട് പോവും. നമ്മൾ സ്വയമായി എടുത്ത തീരുമാനം കൊണ്ട് ആരോടും പറയാൻ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ എന്തുണ്ടെങ്കിൽ നമ്മൾ സഹിക്കണം. പക്ഷേ സഹിക്കുന്നതിനും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോഴാണ് എന്ത് ആ ഒരു വ്യക്തി ഈ ഡൈവേഴ്സിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജീവിതകാലം മുഴുവൻ സ്വയമായൊരു തീരുമാനം എടുത്തൊരു കല്യാണം കഴിച്ചത് കൊണ്ട് ജീവിതകാലം മുഴുവൻ എന്താ പറയുക, അവിടെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം എന്നാണോ, അല്ലെങ്കിൽ ആ ഒരു കെട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യട്ടാ. എന്റെ അഭിപ്രായം ഞാൻ പറയാം, സിമ്പിൾ ആയിട്ട് പറയാം. ഒരാളെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചു എന്ന് കരുതി കാലാകാലം ആ ബന്ധത്തിൽ തുടരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അതാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഇത് നിന്റെ ഡിവോഴ്സിന്റെ കാര്യമാണ്, തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ കാര്യമല്ല എന്നർത്ഥം. ഒരു സർവേയോ പോളോ നടത്തി തീരുമാനമെടുക്കേണ്ട വിഷയമല്ല ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ മണ്ടത്തരമാണ് ലജിത ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൊക്കെ നാട്ടുകാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് നീ എന്താണ് നേടാൻ പോകുന്നത്? നാട്ടുകാർ നിന്റെ പ്രശ്നം തീർത്തു തരുമോ? ഡിവേഴ്സ് സെറ്റാക്കി തരുമോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. നിനക്ക് ഡിവേഴ്സ് വേണമെങ്കിൽ നീ പോയി ഡിവേഴ്സ് ചെയ്തോ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാവരോടും അഭിപ്രായം ചോദിച്ച് ചെയ്യാൻ ഇത് വല്ല പാലം പണിയോ വീട് പണിയോ ഒന്നും അല്ലല്ലോ. അല്ലാതെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം? എന്താണ് ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാവുക? എനിക്കറിയില്ല. എന്തായാലും ലജിതക്ക് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയട്ടെ, നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്.